ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നമ്മുടെ ഈ മുന്നോട്ടുള്ള പ്രിപ്പറേഷനിൽ നമുക്ക് തടസ്സമായിട്ട് വരും. പക്ഷേ ഇതൊന്നും ഒരു തടസ്സമല്ല. കാരണം ഞാൻ ഇത് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞാനൊരു വർക്കിംഗ് വുമൺ ആണ്. എനിക്കൊരു ചെറിയ കുഞ്ഞുണ്ട്, 2 കുട്ടികളുണ്ട്, എനിക്ക് ഫാമിലി ഉണ്ട്. ഇതെല്ലാം എനിക്ക് ടേക്ക് കെയർ ചെയ്യണമായിരുന്നു. എൻ്റെ പ്രൊഫഷനോട് എനിക്ക് 100% എനിക്ക് ജസ്റ്റിസ് കൊടുക്കണമായിരുന്നു. അവിടെ ഒന്നും അഫക്റ്റ് ചെയ്യാതെ എല്ലാം ഈക്വലി ബാലൻസ് ചെയ്ത് പോകാൻ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും പറ്റും. ഞാൻ വീട്ടമ്മയാണ്, അല്ലെങ്കിൽ എനിക്ക് ടച്ച് വിട്ടുപോയി, എനിക്ക് ഇനി എന്നെ കൊണ്ട് പറ്റില്ല എന്ന് വിചാരിക്കുന്നവർക്ക് ഉറപ്പായിട്ടും ഞാൻ ഒരു മാതൃകയാകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങളെ കൊണ്ട് സാധിക്കും. കാരണം PSC എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ സ്വപ്നത്തിൽ പോലും ഉണ്ടായിരുന്നതായിരുന്നില്ല. ഞാൻ ഒരിക്കലും അങ്ങനെ ഒരു PSC റാങ്ക് ലിസ്റ്റിൽ വരും എന്ന് ഞാൻ സ്വപ്നം കണ്ടിട്ട് കൂടിയില്ല. കാരണം ഞാൻ ചിന്തിച്ചത് PSC പ്രിപ്പറേഷൻ അല്ലെങ്കിൽ PSCയുടെ റാങ്ക് ലിസ്റ്റിലൊക്കെ വരുന്നത് അതൊക്കെ കുറച്ച് ബോൺ ടാലൻസ് അങ്ങനെയുള്ളവർക്ക് മാത്രം പറ്റുന്ന ജോലിയാണ്, ഗവൺമെന്റ് ജോലി എന്ന് ചിന്തിച്ചിരുന്നതാണ്. ഒത്തിരി പേർക്ക് ഇങ്ങനെ മെമ്മോ വന്നു, അഡ്വൈസ് മെമ്മോ വന്നു, അപ്പോയിൻമെന്റ് ഓർഡർ വന്നു എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് ഇവർക്കൊക്കെ ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു എന്ന്. അത് നമ്മുടെ വെറും തോന്നലാണ്. നമ്മൾ 100% കൊടുത്ത് നമ്മൾ ഇതിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉറപ്പാണ് നമ്മൾ ആ ഓൺ ട്രാക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളെ പിന്തിരിപ്പിക്കാൻ ആരെ കൊണ്ടും പറ്റില്ല. നമസ്കാരം, എൻ്റെ പേര് അശ്വതി വി നായർ. തിരുവനന്തപുരം ജില്ലയിലെ വെമ്പായമാണ് എൻ്റെ സ്വദേശം. ഇക്കഴിഞ്ഞ HSA നാച്ചുറൽ സയൻസ് എക്സാമിൽ PSCയുടെ ട്രിവാൻഡ്രം റാങ്ക് ലിസ്റ്റിൽ 1ാം സ്ഥാനത്തെത്താൻ എനിക്ക് സാധിച്ചു. വളരെ സന്തോഷം, ഒരു വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാനതിനെ കാണുന്നത്. എൻ്റെ വീട്ടിൽ ഹസ്ബൻഡ്, 2 കുട്ടികൾ, പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. ഞാൻ പഠിച്ചതൊക്കെ മാർവിയാനിയസ് കോളേജിലാണ് ഡിഗ്രി ചെയ്തത്. PG ചെയ്തത് മഹാത്മാഗാന്ധി കോളേജിലും, BEd ചെയ്തത് മാത്യു ഓഫ് ലെസ് ട്രെയിനിങ് കോളേജിലും. ഇത് എൻ്റെ ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു റാങ്ക് ലിസ്റ്റിൽ വരിക എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. മുൻപ് ഒത്തിരി PSC എക്സാംസ് എഴുതിയിട്ടുണ്ടെങ്കിൽ പോലും ഒരു എക്സാം ഞാൻ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടില്ല. ആദ്യമായിട്ടാണ് ഒരു എക്സാമിനെ ഞാൻ അത്രയും സീരിയസ്നെസ്സോടുകൂടി കാണുന്നതും അങ്ങനെ അപ്രോച്ച് ചെയ്തതും എഴുതിയതും ആദ്യമായിട്ടാണ്. ആദ്യത്തെ അങ്ങനെ എഴുതിയൊരു എക്സാമിൽ തന്നെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ സാധിച്ചത്, അതും ഫസ്റ്റ് റാങ്ക് നേടാൻ സാധിച്ചത് എൻ്റെ ജീവിതത്തിൽ വലിയൊരു അച്ചീവ്മെൻ്റ് ആയിട്ട് കരുതുന്നു. ഇപ്പോൾ ഞാൻ MGMൻ്റെ തന്നെ MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മംഗലപുരം ബ്രാഞ്ചിൻ്റെ പ്രിൻസിപ്പലായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. 10 വർഷത്തിലേറെയായിട്ട് ഞാൻ MGM സ്കൂളിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. കാരണം ടീച്ചിങ് എന്ന് പറയുന്നത് എൻ്റെ പാഷനാണ്. അങ്ങനെ ഒരു പ്രൊഫഷൻ ഞാൻ ഇഷ്ടപ്പെട്ട് ചൂസ് ചെയ്തത് തന്നെയാണ്. BEdന് പോയതും ടീച്ചിങ് പ്രൊഫഷനിലേക്ക് ഞാൻ വന്നതും എനിക്ക് ഒത്തിരി ആ പ്രൊഫഷനും കുട്ടികളോടും അത്രയും താല്പര്യമുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു പ്രൊഫഷൻ ഞാൻ ചൂസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ മറ്റ് PSC എക്സാംസ് പ്രിപ്പയർ ചെയ്യണമെന്നോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പോസ്റ്റിലേക്ക് വരണം എന്നോ ഒരു ചിന്ത എനിക്ക് ഒരിക്കൽ പോലും ഉണ്ടായിട്ടില്ല. കാരണം ഞാനൊരു LD ക്ലർക്കായിട്ടോ ഒരു അക്കൗണ്ടൻ്റ് ആയിട്ടോ മറ്റേതെങ്കിലും ഒരു പ്രൊഫഷനിൽ ഞാൻ ഫിറ്റ് ആവില്ല എന്നുള്ളത് എനിക്ക് 100% അറിയാമായിരുന്നു. കാരണം ഞാൻ എൻജോയ് ചെയ്ത് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ഒരു അധ്യാപികയായിട്ടാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് തന്നെയാണ് ഞാൻ ഈ ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്തത്. ഞാൻ എഴുതുന്ന 2ാമത്തെ HSC എക്സാം ആയിരുന്നു ഇത്. ആദ്യത്തെ HSC എക്സാം ഒരു 6 വർഷം മുന്നേ, എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 6 years ബാക്ക് ഞാനൊരു HSC എക്സാം എഴുതിയിരുന്നു. ഇതുപോലെ സ്കൂളിൽ നിന്നും ഒരു ഹാഫ് ഡേ ലീവ് എടുത്ത് ഞാൻ ജസ്റ്റ് പോയി ഒരു എക്സാം എഴുതി. ഒരു പ്രിപ്പറേഷനും ഒരു സിലബസ് പോലും ഞാൻ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് എക്സാമിനെ കുറിച്ച് യാതൊരു ഐഡിയ ഉണ്ടായിരുന്നില്ല. എൻ്റെ സബ്ജക്ട് റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻസ് വരും എന്നുള്ളതിനല്ലാതെ എനിക്ക് അതിനെപ്പറ്റി യാതൊരു വിവരം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സത്യം. എക്സാം എഴുതി കഴിഞ്ഞപ്പോഴാണ് ശരിക്കും ഒരു ഗിൽറ്റി ഫീലിംഗ് വന്നത്. കാരണം ഒന്ന് പ്രിപ്പയർ ചെയ്തിരുന്നുവെങ്കിൽ കുറച്ചും കൂടി മെച്ചപ്പെട്ട ഒരു നിലയിലേക്ക് എനിക്ക് എത്താമായിരുന്നു. കാരണം എനിക്കൊരു ഡീസൻറ്റ് സ്കോർ അന്നും കിട്ടിയിരുന്നു. പക്ഷേ 1 മാർക്കിൻ്റെ ഒരു ഡിഫറൻസിലാണ് ഞാൻ അന്ന് ലിസ്റ്റിൽ വരാതെ പോയത്. മറ്റ് ജില്ലകളുടെ ലിസ്റ്റൊക്കെ ട്രിവാൻഡ്രം ലിസ്റ്റ് വന്നത് വളരെ ലേറ്റായിട്ടാണ്. മറ്റ് ജില്ലകളുടെ ലിസ്റ്റ് വന്നപ്പോൾ കട്ട് ഓഫ് കണ്ടപ്പോൾ എനിക്കൊരു പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ കട്ട് ഓഫിനുള്ളിൽ വരാൻ പറ്റാതെ പോയപ്പോൾ എനിക്ക് വളരെ വലിയൊരു നിരാശ തോന്നി. കാരണം ഞാൻ ചെയ്യുന്ന പ്രൊഫഷനും ടീച്ചിങ് ആണെങ്കിൽ പോലും എല്ലാവരുടെയും ഒരു സ്വപ്നമാണ് ഒരു ഗവൺമെൻറ് സ്കൂൾ അധ്യാപികയാകുക എന്നുള്ളത്. ഞാനും അതിനുശേഷമാണ് അതിനെക്കുറിച്ച് സ്വപ്നം കാണുക. അപ്പോൾ എനിക്കൊരു ഉള്ളിൽ ഒരു സ്പിരിറ്റ് ഉണ്ടായി. കാരണം എനിക്കത് പ്രിപ്പയർ ചെയ്യണം. എൻ്റെ നെക്സ്റ്റ് HSC എക്സാമിനേഷൻ വരുമ്പോൾ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്ത് എഴുതണം എന്നുള്ളൊരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് എൻ്റെ ഒരു അറിവ് ശരിയാണെങ്കിൽ ഒരു 6-7 വർഷത്തിന് ശേഷമാണ് പിന്നെ എനിക്ക് HSC എക്സാമിനേഷൻ എഴുതാൻ പറ്റിയത്. അപ്പോൾ കോവിഡ് പാൻഡമിക്കിൻ്റെ ഒരു ടൈം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ പോലും നമുക്ക് ടീച്ചേഴ്സിൻ്റെ വളരെ ടൈറ്റ് ഷെഡ്യൂളാണ്, എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ അതിനിടയിൽ ഞാൻ അപ്ലൈ ചെയ്തു. ഒരു 1 year ഡ്യൂറേഷൻ കിട്ടി. അപ്പോഴൊന്നും ഞാൻ അത്രയും സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടില്ല. ഞാൻ സിലബസൊക്കെ പ്രിൻ്റ് ഔട്ട് എടുത്ത് നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്ത് സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു ഏറ്റവും വലിയ ചാലഞ്ച് എന്ന് പറയുന്നത് മലയാളത്തിലേക്ക് ഇതിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത് പഠിക്കുക. കാരണം മെറ്റീരിയൽസ് എനിക്കെല്ലാം ഉണ്ടായിരുന്നു. ഞാൻ ഡിഗ്രി PGക്കൊക്കെ പഠിച്ച മെറ്റീരിയൽസ് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നുവെങ്കിലും ഇതിനെ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വലിയൊരു ടാസ്ക് ആയിരുന്നു.
എങ്കിലും ഞാൻ എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡൊക്കെ എന്നെ ഒത്തിരി ഹെൽപ്പ് ചെയ്തു. ഞങ്ങൾ കുറേ നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തു. അപ്പോൾ അത് വളരെ ഒരു സ്ലോ പ്രോസസ്സ് ആയിരുന്നു, കുറച്ച് ടൈം ടേക്കിംഗ് ആയിട്ട്. ഞാനത് വളരെ കുറച്ച് യൂണിറ്റുകൾ മാത്രമേ എനിക്ക് അതിനിടയിൽ കവർ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ജോലി ഉണ്ടായിരുന്നു, ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു എനിക്ക്. എൻ്റെ മോൻ അന്ന് 1 വയസ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ ഇളയ കുഞ്ഞിന്. അപ്പോൾ ആ സമയത്ത് എനിക്ക് വളരെ ഒരു ടൈറ്റ് ഷെഡ്യൂളായിരുന്നു. അതിനിടയിൽ സമയം കിട്ടുമ്പോൾ ഞാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്ത് സെൽഫ് പ്രിപ്പറേഷൻ ആയിരുന്നു എൻ്റെ പ്ലാനിങ്. അപ്പോൾ പെട്ടെന്ന് ആണ് ഈ കൺഫർമേഷൻ ഡേറ്റ് വന്നപ്പോൾ, പിന്നെ വളരെ ചെറിയ ഒരു കൺഫർമേഷൻ കഴിഞ്ഞ് 3 മാസത്തിനുള്ളിൽ എക്സാം ഡേറ്റ് വരും എന്നുള്ളതാണ്. എങ്കിലും ഞാൻ ഇതിനെ കുറച്ചും കൂടി സ്പീഡപ്പ് ചെയ്ത് പോകാൻ നോക്കി. പക്ഷേ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ഇത് എൻ്റെ കയ്യിൽ നിൽക്കില്ല എന്നുള്ളത്. അപ്പോഴാണ് എനിക്ക് പുറത്തുനിന്ന് എന്തെങ്കിലും ഒരു അസിസ്റ്റൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട് ഇത് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകാം, എൻ്റെ പ്രിപ്പറേഷൻ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് എനിക്ക് തോന്നിയത്. അങ്ങനെ ഞാൻ ഈ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് കുറേ യൂട്യൂബ് ചാനൽസ് ഒക്കെ കാണുമായിരുന്നു. അങ്ങനെയാണ് എൻട്രി ഞാൻ ശ്രദ്ധിക്കുന്നത്. എൻട്രിയിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്, ഹേമ മിസ്സിൻ്റെ ക്ലാസ്സാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ശരിക്കും എനിക്ക് ഭയങ്കര ഇമ്പ്രസ്ഡ് ആയിരുന്നു ഞാൻ ആ ക്ലാസ് കണ്ടിട്ട്. കാരണം ആ മാഡത്തിൻ്റെ ഒരു ടീച്ചിങ് പാറ്റേൺ, ആസ് എ ടീച്ചർ എനിക്ക് കുറേ ഇംബൈബ് ചെയ്യാൻ പറ്റുന്ന കുറേ ക്വാളിറ്റീസ് എനിക്ക് അതിനകത്തുനിന്ന് കിട്ടി. കാരണം നന്നായിട്ട് നല്ല നോട്ട്സ്, ഇൻസ്റ്റൻ്റ് ആയിട്ടുള്ള നോട്ട്സും വേ ഓഫ് ടീച്ചിങ്ങും ഒക്കെ എനിക്ക് ഭയങ്കര ഇമ്പ്രസീവായിട്ട് തോന്നി. അങ്ങനെയാണ് ഞാൻ എൻട്രിയുടെ ആപ്പ് ഞാൻ ചൂസ് ചെയ്യുന്നതും ഡൗൺലോഡ് ചെയ്യുന്നതും. ഒരു 7 ദിവസത്തെ ക്ലാസ് ഫ്രീ ആയിട്ടൊന്നും നമുക്ക് പ്രൊവൈഡ് ചെയ്യുമായിരുന്നു. ഞാൻ ഒത്തിരി ക്ലാസ്സസ് കണ്ടു, ഒരുപാട് വീഡിയോ ക്ലാസ്സസ് ഞാൻ കണ്ടു. അറേഞ്ച്മെൻറ്റും, നോട്ട്സിൻ്റെ അറേഞ്ച്മെൻറ്റും അതുപോലെ ക്ലാസ്സസിൻ്റെ ആ ഒരു അറേഞ്ച്മെൻറ്റും ഒക്കെ നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ ആ കോഴ്സ് എടുക്കുന്നത്. എൻട്രിയുടെ ഗോൾഡ് ബാച്ചിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. സിമി മാഡം എന്നെ കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോഴേക്കും എനിക്ക് ഒത്തിരി ഈ ഗോൾഡ് ബാച്ച് ആണ്, ക്രാഷ് കോഴ്സ് ആണെങ്കിലും ഇത് തുടങ്ങും. ഞാൻ ജോയിൻ ചെയ്യുന്നത് ലേറ്റ് ആയിട്ടാണ്. അപ്പോഴേക്കും എനിക്ക് ഒത്തിരിയും ക്ലാസ്സസ് എനിക്ക് മിസ്സായി. കാരണം നല്ലൊരു സ്റ്റഡി പ്ലാൻ ഉണ്ടായിരുന്നു എൻട്രിയുടെ കയ്യിൽ. ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് നമുക്ക് ഡെയിലി ഒരു 5 വീഡിയോ വെച്ച് തരുന്നു. അതിൻ്റെ എക്സാം അറ്റൻഡ് ചെയ്യുന്നു, അതിൻ്റെ ഓൺലൈൻ ക്ലാസ്സസ് കേൾക്കുന്നു, ഡൗട്ട് ക്ലിയറൻസ് സെഷൻ. അങ്ങനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു പാറ്റേൺ ആയിരുന്നു, പ്രിപ്പറേഷൻ ആയിരുന്നു എൻട്രിയുടേത്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്യുന്നത് വളരെ ലേറ്റ് ആയിട്ടാണ്. അപ്പോൾ എനിക്ക് കുറേ ക്ലാസ്സസ് മിസ്സായിരുന്നു. പക്ഷെ ഞാൻ അതിനുശേഷം പിന്നെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള സിസ്റ്റമാറ്റിക് ആയിട്ട് അത് വളരെ കൺസിസ്റ്റൻ്റ് ആയിട്ടായിരുന്നു പിന്നെ ഞാൻ മുന്നോട്ട് പോയത്. കാരണം ആ കിട്ടുന്ന എനിക്ക് മിസ്സായ ക്ലാസ്സുകളെല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ക്ലാസ്സസിന് പാരലായിട്ട് ഞാനത് പ്രിപ്പയർ ചെയ്ത് ഞാൻ ഒറ്റ ക്ലാസ് ഞാൻ മിസ് ചെയ്തിട്ടില്ല. എല്ലാ ഓൺലൈൻ ക്ലാസ്സസും ഞാൻ അറ്റൻഡ് ചെയ്യുമായിരുന്നു. തരുന്ന എല്ലാ എക്സാംസും കറക്റ്റ് ഞാൻ ചെയ്യുമായിരുന്നു. കാരണം നമുക്കൊരു ലീഡർ ബോർഡ് ഉണ്ട്, അതിൽ ഒരു ടോപ്പ് പൊസിഷനിൽ വരാൻ വേണ്ടിയിട്ട് ഞാൻ അത്രയും കാര്യമായിട്ട് പ്രിപ്പയർ ചെയ്യുന്നു. പിന്നെ എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള പ്രിപ്പറേഷൻ ഞാൻ ചെയ്യുന്നു. കാരണം എനിക്ക് ഇതിനകത്ത് ജോയിൻ ചെയ്ത ശേഷം ഭയങ്കര ഒരു പോസിറ്റീവ് ഫീലിംഗ് ആണ് ഉണ്ടായത്. കാരണം ഈ ക്ലാസ്സസിനോടൊപ്പം ടീച്ചേഴ്സ് വല്ലാതെ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുമായിരുന്നു. കാരണം അവരെങ്ങനെ നമ്മളെ അത് സ്വപ്നം കാണാനായിട്ട് ഇങ്ങനെ പ്രേരിപ്പിക്കും എന്ന് പറയുന്നത് പോലെ സത്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചത്. കാരണം നമ്മളോട് പറയും, നിങ്ങൾ ഒരു ഗവൺമെൻറ് സ്കൂളിൻ്റെ വരാന്തയിലൂടെ നിങ്ങൾ പുസ്തകം കയ്യിൽ പിടിച്ച് നടക്കുന്നതൊന്ന് സങ്കല്പിക്കാൻ പറയും. വല്ലാത്തൊരു ഫീലായിരുന്നു അത്. ശരിക്കും അതൊക്കെ വല്ലാതെ ഞങ്ങളെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല എൻ്റെ ബാച്ച്മേറ്റ്സ് എന്ന് പറയുന്നത്, ഞങ്ങളൊരു ഡിസ്കഷൻ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. അവിടെയും ഞങ്ങൾക്ക് ഒരു നോളജ് ഷെയറിംഗ് എന്ന് പറയുന്നത് അവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നില്ല. കാരണം ഞങ്ങൾ ഒരേ കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ പോലും ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ വെക്കുമായിരുന്നു. ഗൂഗിൾ വഴി ഞങ്ങൾ ഗ്രൂപ്പ് ഡിസ്കഷൻ കണ്ടക്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ ഞങ്ങൾ ഷെയർ ചെയ്യുമായിരുന്നു. എവിടെയാണ് നമുക്കൊരു പോരായ്മ ഉള്ളതെന്ന് കണ്ടെത്തി ആ ഏരിയയിൽ ഞങ്ങൾ കൂടുതൽ പ്രിപ്പയർ ചെയ്യുമായിരുന്നു. ശരിക്കും എൻട്രിയിൽ എനിക്ക് ജോയിൻ ചെയ്യാൻ തോന്നിയതെന്ന് പറയുന്നത്, എനിക്ക് അതാണ് എൻ്റെ ഒരു ലക്ക് ഫാക്ടർ എന്ന് പറയുന്നത്. എന്നെ ഈ ഒരു അച്ചീവ്മെൻറ്റിലേക്ക് എത്തിച്ചത് എനിക്ക് ആ സമയത്ത് എനിക്കൊരു ഉണ്ടായിരുന്നു. ഞാൻ ഒത്തിരി ആപ്പുകൾ ഞാൻ നോക്കിയിരുന്നു. ഓഫ് കോഴ്സ് ഞാൻ പലരുടെയും ഒപ്പീനിയൻ എടുത്തിരുന്നു. ഞാൻ ഫൈനലി എൻ്റെ മാത്രം ഒരു തീരുമാനമായിരുന്നു എൻട്രിയിൽ ജോയിൻ ചെയ്യാന്നുള്ളത്. അത് ക്ലാസ്സസ് കണ്ടിട്ട് തന്നെയാണ്. ഇനിയും ഇതുപോലെയുള്ള മത്സര പരീക്ഷകൾ പ്രിപ്പയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഉറപ്പായിട്ടും നിങ്ങൾക്കൊരു വളരെ വലിയൊരു സപ്പോർട്ടായിരിക്കും എൻട്രിയുടെ ക്ലാസ്സസ്. അതിനൊരു സംശയവും ഇല്ല. നമ്മൾ വേണമെന്ന് വിചാരിച്ചാൽ നമ്മളെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. അപ്പോൾ ടീച്ചിങ് പ്രൊഫഷനിലേക്ക് വരാൻ താല്പര്യമുള്ള എല്ലാവരും ഉറപ്പായിട്ടും നിങ്ങളുടെ പ്രിപ്പറേഷൻ എൻട്രിയോടൊപ്പമാണെങ്കിൽ നിങ്ങളുടെ വിജയം 100% ആണ്, ഉറപ്പാണ്. കാരണം എനിക്കറിയാം എൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരുവിധം എല്ലാ കുട്ടികളും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യുക, സിസ്റ്റമാറ്റിക് ആയിട്ടുള്ളൊരു ടീച്ചിങ് ലേണിംഗ് പാറ്റേൺ നിങ്ങൾ കണ്ടെത്തുക. നമുക്കത് ആദ്യം അതാ വേണ്ട, ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാകുക, ഒരു നമ്മൾ തന്നെ ഒരു ടൈം ടേബിൾ നമുക്കായിട്ട് പ്രിപ്പയർ ചെയ്യുക, നിങ്ങളുടെ രീതിക്ക് നിങ്ങൾ മുന്നോട്ട് പോകുക. കാരണം നമ്മുടെ ഒരു ടീച്ചിങ് പ്രൊഫഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ആ സ്കില്ലുണ്ട്, ടീച്ചർ സ്കില്ല് നമ്മളുടെ ഓൾറെഡി ഉണ്ട്. പിന്നെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രോങ് പോയിന്റ് നമ്മുടെ സബ്ജക്റ്റ് ആണ്.
അപ്പോൾ സബ്ജക്ട് കോമ്പിറ്റൻസി എല്ലാവർക്കും ഉണ്ട്, കാരണം നമ്മൾ ആ സബ്ജക്റ്റിൽ വർക്ക് പഠിച്ചവരാണ്. അപ്പോൾ നിങ്ങളെ കൊണ്ട് ഉറപ്പായിട്ടും പറ്റും. അങ്ങനെ ഒരു സ്വന്തമായിട്ട് അങ്ങനെ ഒരു തീരുമാനം നമ്മളിൽ ഉണ്ടാവണം എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു എന്താണ് സ്മാർട്ട് വർക്ക്, ഹാർഡ് വർക്കിനപ്പുറം സ്മാർട്ട് വർക്കാണ് വേണ്ടത്. ഒരിക്കലും വി ഷുഡ് നോട്ട് ഗീവ് അപ്പ്. നമ്മൾ നമ്മുടെ വർക്ക് കണ്ടിന്യൂ ചെയ്യുക. PSCയുടെ ഈ പരീക്ഷകൾക്ക് വേണ്ടി തയ്യാറെടുക്കുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ വിജയാശംസകൾ. ഓൾ ദി ബെസ്റ്റ്.